ബട്ട് വൈ എന്തിനായിരിക്കും പെൻഗ്വിൻ അങ്ങനെ പോയിട്ടുണ്ടാവുക? സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനാണ്. ബട്ട് വൈ? എടാ, ആ ഡോക്യുമെൻ്റ് ആരാ എഴുതിയെന്നോ എപ്പോൾ എഴുതിയെന്നോ ആ ഒരു വിഷയം പറയാനല്ല വന്നത്. ആ പെൻഗ്വിൻ്റെ സ്റ്റോറിയിൽ നിന്ന് യു വുഡ് ഗെറ്റ് 2 പെർസ്പെക്റ്റീവ്സ്. 2 കാഴ്ചപ്പാട് നിങ്ങൾക്ക് ആ പെൻഗ്വിൻ്റെ സ്റ്റോറിയിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന 2 കാഴ്ചപ്പാടുകൾ. അതിൽ ഫസ്റ്റ് തന്നെ കംഫർട്ട് സോണ്, അല്ലെങ്കിൽ ഫോളോവിങ് ദ ട്രഡീഷൻ എന്നും വിളിക്കാം. അതിൽ നമുക്ക് വേണ്ട ഫുഡ്, ഷെൽട്ടർ, കംഫേർട്ട് ഇതെല്ലാം സേഫാണ്, സെക്യൂറാണ്, കൺഫേമാണ്, നോ ഡൗട്ട്, ഒരു ബേജാറുമില്ല. പക്ഷെ രണ്ടാമത്തത്, ഇറ്റ്സ് ടു റിസ്കി. നമ്മൾ സേഫാണെന്ന് അറിയില്ല, നമുക്ക് സെക്യൂർ ആണെന്നറിയില്ല. കാരണം ഇതുവരെയായിട്ട് മുമ്പ് അങ്ങോട്ടേക്ക് ആരും പോയിട്ടില്ല. ഔട്ട്കം എന്താണെന്നറിയില്ല. ഒരു പക്ഷെ നല്ല ഗെയിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല ലോസ് ഉണ്ടായിരിക്കാം. ഈവൻ നമുക്ക് വിൻ ചെയ്യാനുള്ള പെർസെൻറ്റ് 0.02% ആയിരിക്കും. ഈവൻ ജീവിതം വരെ അൺസർട്ടൻ ആയിരിക്കും. ജീവിക്കുമെന്നറിയില്ല, മരിക്കുമെന്നറിയില്ല. സോ ഇറ്റ്സ് ടു റിസ്കി. ഇവിടെ നോക്കുകയാണെങ്കിൽ പെൻഗ്വിൻ ചൂസ് ചെയ്തത് രണ്ടാമത്തെ പാത്താണ്, അതായത് റിസ്ക് ആയിട്ടുള്ള പാത്ത്. ഈ ഒരു സ്റ്റോറി ഇൻസ്പയർഡ് ആയിട്ട് കുറേ യൂത്തന്മാർ യെസ് ഐ എം ദ റൈറ്റ്, ഞാനാണ് ശരി, ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ ഓർ ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ ട്രഡീഷൻ എന്ന രീതിയിൽ കുറേ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടും ഉണ്ടായേക്കാം കുറേ പേര്. ഈവൻ കുറേ കുട്ടികൾ അവരുടേതായ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ കരിയേഴ്സ് ചൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക് ട്വൈസ്ലി. 2 വട്ടെങ്കിലും മിനിമം ചിന്തിക്കുക. ഞാനാണ് ശരി എന്നുള്ളൊരു മുൻധാരണ ഉണ്ടല്ലോ, അതെടുത്ത് വലിച്ചെറിയാം. എന്നിട്ട് ജസ്റ്റ് സീക്ക് ദ അഡ്വൈസ് ഫ്രം അതേഴ്സ്. ബാക്കിയുള്ളൊരു ദിവസം ഉപദേശം തേടി നോക്കി നിങ്ങൾ. എന്നിട്ട് അതേ ഉപദേശം നിങ്ങൾ ഫോളോ ചെയ്യുന്നവരോ നിർബന്ധമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ യു വുഡ് ഗെറ്റ് സം ഇൻസൈറ്റ്സ്. നിങ്ങൾക്ക് കുറച്ച് ഉൾക്കാഴ്ചകൾ ഉണ്ടാവും. മെജോറിറ്റി ഒരേ പാത ചൂസ് ചെയ്യാനുള്ള കുറേ റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ ദാറ്റ് വിൽ ആൾസോ ബെനിഫിറ്റ്സ് യു. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പെൻഗ്വിനെ ചിന്തിച്ചിരുന്നെങ്കിലേ പെൻഗ്വിന് കുറച്ച് കാലം കൂടി ജീവിക്കാമായിരുന്നു അല്ലേ? ഞാൻ ജസ്റ്റിനെ തോട്ട് പറഞ്ഞുള്ളൂ കേട്ടോ. പല ആളുകൾക്ക് പല പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും. ഏതായാലും 2026 തുടക്കം ആ പെൻഗ്വിന് കൊണ്ടുപോയില്ലേ. സ്റ്റോറി കുറച്ചൊക്കെ ഇമോഷണലാണ്. ഏതായാലും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. ആൻഡ് റെസ്റ്റ് ഇൻ പീസ് ഫോർ ദാറ്റ് പെൻഗ്വിൻ. ഹാവ് എ നൈസ് ഡേ.